പതിനായിരക്കണക്കിന് ഭക്തർ ഒഴുകിയെത്തുന്ന പുണ്യഭൂമിയായ ശബരിമലയിൽ നടന്ന വലിയൊരു കൊള്ളയുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഭഗവാന്റെ നടയിൽ ഭക്തർ സമർപ്പിച്ച സ്വർണം അപ്രത്യക്ഷമായത് കേവലം ഒരു ചെറിയ മോഷണമല്ല, മറിച്ച് 500 കോടി രൂപയുടെ വലിയൊരു അഴിമതിയാണെന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര മാഫിയകളുടെ ഇടപെടലുകളെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇന്റർനാഷണൽ ആന്റിക്സ് ലോബി ഇതിന് പിന്നിലുണ്ട് എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ അലയൊളികൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്. തനിക്ക് ലഭിച്ച നിർണായക വിവരങ്ങൾ അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിക്കഴിഞ്ഞു. എന്നാൽ ഈ അന്വേഷണം എങ്ങും എത്തുന്നില്ലെന്ന ആശങ്കയും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ വെറും കരുക്കൾ മാത്രമാണോ? യഥാർത്ഥ കള്ളന്മാർ ആരാണ്? സ്വർണം എങ്ങോട്ടാണ് കടത്തിയത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സർക്കാരിനോ അന്വേഷണ സംഘത്തിനോ കഴിയുന്നില്ല. തൊണ്ടി മുതൽ എവിടെ എന്ന ചെന്നിത്തലയുടെ ചോദ്യം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുകയാണ്. ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിന്തുണയില്ലാതെ ഇത്രയും വലിയൊരു കൊള്ള നടക്കില്ല എന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുകയാണ്. യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും മറഞ്ഞിരിക്കുകയാണെന്നും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പുണ്യഭൂമിയുടെ ഈ കളങ്കം കഴുകിക്കളയാനും യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും തങ്ങൾ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം തന്റെ വാക്കുകളിലൂടെ ഉറച്ചു പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. വന്ന ശേഷം അത് പരിശോധിച്ച് അതിനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. കാരണം കരട് ലിസ്റ്റ് കാണാതെ നമുക്കത് പറയാൻ കഴിയില്ല. കരട് ലിസ്റ്റ് വന്നാൽ മാത്രമേ അതിന് ആരൊക്കെ മാറ്റപ്പെട്ടു, എവിടൊക്കെ മാറ്റപ്പെട്ടു എന്ന് കണ്ടെത്താൻ കഴിയുള്ളൂ. അതിനനുസരിച്ചുള്ള നടപടികൾ പാർട്ടി മുന്നണിയിൽ സ്വീകരിക്കും. ഇതിന് ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അന്തർദേശീയ മാഫിയ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇന്റർനാഷണൽ ആന്റിക്സ് ലോബി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇന്റർനാഷണൽ ആന്റിക്സ് സ്മഗ്ലേഴ്സ് ഇതിൻ്റെ പിന്നിലുണ്ട്. ആ വിവരങ്ങളാണ് എന്നോടൊരാൾ പറഞ്ഞത്. ആ വിവരങ്ങളാണ് ഞാൻ നമ്മുടെ SITക്ക് കൈമാറിയത്. SIT എനിക്ക് ആ വിവരം തന്നയാളുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്തു, വിവരങ്ങൾ ആരാഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. വാസ്തവത്തിൽ ഇതൊരു വലിയ കൊള്ളയാണ്. 500 കോടിയിലധികം വരുന്നൊരു കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഉന്നത തലത്തിലുള്ള ആളുകളുടെ പിന്തുണയില്ലാതെ ഈ സ്വർണം കടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. ആ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കാര്യങ്ങൾ എത്തണം. എത്തിയാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. യഥാർത്ഥ കള്ളന്മാർ ഇപ്പോഴും മറഞ്ഞു നിൽക്കുകയാണ്. യഥാർത്ഥ കള്ളന്മാരെ പുറത്തു കൊണ്ടുവരാനുള്ള നടപടിയാണ് ഈ SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. അത് അന്വേഷണ സംഘമാണ് തീരുമാനിക്കേണ്ടത്. കാരണം ഇന്ന് SITയുടെ പ്രവർത്തനത്തിൽ അതൃപ്തിയൊന്നും ഞങ്ങൾക്കില്ല. എനിക്ക് അവരുടെ പ്രവർത്തനത്തിൽ ആ ഉദ്യോഗസ്ഥന്മാരുടെ ക്രെഡിബിലിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പിന്നെ അന്തർദേശീയ തലത്തിലുള്ള കാര്യങ്ങൾക്ക് അവർക്ക് അന്വേഷിക്കാനുള്ള ജൂറിസ്ഡിക്ഷൻ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് SIT തന്നെയാണ് പറയുന്നത്. ഏതായാലും ശരി, ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള സംഭവങ്ങൾ പരിശോധിച്ചാൽ സർക്കാരിൻ്റെ കള്ളക്കളിയുടെ പിന്നിലുണ്ട്. പലരെയും രക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അവർക്കെതിരെ ഇതുവരെയും നടപടിയും പാർട്ടി എടുത്തിട്ടില്ല. എന്തുകൊണ്ടെടുക്കുന്നില്ല? ആ വലിയ ചോദ്യമല്ലേ. എന്തുകൊണ്ട് തൊണ്ടി മുതൽ കണ്ടെത്തുന്നില്ല? കാരണം തൊണ്ടി മുതൽ എവിടെ പോയി? ഒരാളിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രിമിനൽ നടപടി ചട്ടം അനുസരിച്ച് തൊണ്ടി മുതൽ കണ്ടെത്തണം. തൊണ്ടി മുതൽ കണ്ടെത്തിയോ? എവിടെയാണ് സ്വർണമെന്ന് കണ്ടെത്തിയോ? അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. യഥാർത്ഥ വസ്തുത കണ്ടെത്തേണ്ടിയിരിക്കുന്നു. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത് വരെ ഞങ്ങൾ ഈ പോരാട്ടം തുടരും.